മറ്റെല്ലാ സ്ഥലങ്ങളിലും പെണ്ണുങ്ങൾ പോകുന്നുണ്ടല്ലോ, പള്ളിയിൽ മാത്രം എന്തുകൊണ്ട് ഹറാമായി എന്ന ചോദ്യങ്ങൾ വരാറുണ്ട്. എന്നാൽ ഹറാമോ കറാഹത്തോ എന്നത് ഫിഖ്ഹിയായ മസ്അലകൾ, ഇമാമിങ്ങൾ നൽകിയ മസ്അലകളാണ് നോക്കുന്നതെങ്കിൽ അവർ പഠിപ്പിച്ചത് സ്വീകരിക്കണം. കാരണം ലോകത്ത് ഒരൊറ്റ ഇമാമും ആണുങ്ങൾ പള്ളിയിൽ ജുമുഅ ജമാഅത്തിന് പോകുന്നതുപോലെ പെണ്ണിനെ പോകാൻ കൽപ്പിക്കുന്നില്ല. പക്ഷേ ഈ ഇമാമിങ്ങളെ ചോദ്യം ചെയ്തു വരുന്നവർ ഖണ്ഡനവുമായി ചില ഹദീസുകളാണ് ഉദ്ധരിക്കാറുള്ളത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പള്ളി തന്നെ സ്ത്രീകൾക്ക് അവകാശപ്പെട്ടതല്ലേ എന്ന് ഖുർആനിലൂടെ അല്ലാഹു വളരെ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ പിന്നെന്തിനാണ് പള്ളി പ്രവേശനാവകാശവാദം? പള്ളിയുമായി ബന്ധപ്പെടുത്തി പുരുഷന്മാരെയാണ് അല്ലാഹു ഖുർആനിൽ പരാമർശിക്കുന്നത്, സ്ത്രീകളെ പരാമർശിച്ചിട്ടില്ല. അല്ലാഹു പറയുന്നു, ചില ഭവനങ്ങളിലത്രേ അവ ഉയർത്തപ്പെടാനും അവയിൽ തന്റെ നാമം സ്മരിക്കപ്പെടാനും അല്ലാഹു ഉത്തരവ് നൽകിയിരിക്കുന്നു. റിജാൽ എന്ന് പറയുകയും പുരുഷന്മാരെ മാത്രം പ്രത്യേകമാക്കുകയും ചെയ്തപ്പോൾ സ്ത്രീകൾക്ക് പള്ളികളിൽ യാതൊരു അവകാശവുമില്ലെന്ന് അറിയിപ്പ് വരുന്നു. കാരണം അവർക്ക് ജുമുഅയോ ജമാഅത്തോ ഇല്ല. നിശ്ചയം അവർക്ക് അവരുടെ വീടുകളിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് ഉത്തമം. അബ്ദുല്ലാഹിബ്നു മസ്ഊദി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്ത്രീ അവളുടെ വീടിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കുന്നത് വീടിന്റെ തുറന്ന സ്ഥലത്ത് വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. സ്ത്രീ വീടിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കുന്നത് അവളുടെ വീടിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. അല്ലാഹു ജല്ല ജലാലുവിനെ ആരാധിക്കേണ്ടത് പുരുഷന്മാരാണെന്നും സ്ത്രീകൾ അല്ലാഹുവിനെ ആരാധിക്കേണ്ടത് അവരുടെ വീടുകളിൽ വെച്ചാണെന്നും പ്രസ്തുത വചനം പഠിപ്പിക്കുന്നു. നിരവധി ഹദീസുകൾ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നു. ആയിഷ ബീവി പറയുന്നു, നബി തങ്ങൾ പറഞ്ഞു, സ്ത്രീ തന്റെ വീട്ടിലെ സ്വന്തം റൂമിൽ വെച്ച് നിസ്കരിക്കുന്നത് പാർശ്വ റൂമുകളിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. പാർശ്വ റൂമുകളിൽ വെച്ചുള്ള നിസ്കാരമാണ് പുറത്തെ ഹാളുകളിൽ വെച്ചുള്ളതിനേക്കാൾ നല്ലത്. അതൊക്കട്ടെ പള്ളികളിൽ വെച്ചുള്ളതിനേക്കാൾ പുണ്യവുമാണ്. വ്യക്തമായി ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹു തന്നെ വിവരിച്ചു തന്നു. ഇതൊന്നും ഉൾക്കൊള്ളാതെ സ്ത്രീ പള്ളി പ്രവേശനവാദം ഉന്നയിക്കുന്നവർ എന്തടിസ്ഥാനത്തിലാണ് പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് ആനയിക്കുന്നതെന്ന് മനസ്സിലാകും. ഇനി മെയിൻ മാർക്കറ്റിലോ റെസ്റ്റോറന്റിലോ പാർക്കിലോ സ്ത്രീകൾ പോകുന്നുണ്ടല്ലോ എന്ന ചോദ്യമാണെങ്കിൽ ഇസ്ലാം ഹലാലായി കണ്ട യാത്ര ചെയ്യാൻ സ്ത്രീകൾക്ക് വിലക്കില്ല. അത്യാവശ്യ ഘട്ടത്തിൽ കടകളിൽ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇവിടെയൊക്കെ ഇസ്ലാം അനുധാവനം ചെയ്യുന്ന മാനദണ്ഡം പാലിക്കണം. ഇല്ലാത്ത രീതിയിൽ പാടില്ല എന്ന് മാത്രം. ഫിത്നയെ എവിടെ ഭയപ്പെട്ടാലും അവിടെ പോകാതിരിക്കുക. ഹജ്ജിനും ഉംറയ്ക്കും മറ്റു സിയാറത്തിനുമൊക്കെ സ്ത്രീകൾക്ക് പോകാൻ ഇസ്ലാം കൽപ്പിച്ച രീതിയുണ്ട്. അത് പാലിച്ചു പോകാം. അല്ലാഹു സത്യം മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ.